AI ക്യാമറ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കെൽട്രോണിന് സർക്കാർ പണം അനുവദിച്ചു. ആദ്യ ഗഡുവായി 9.39 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പണം കിട്ടാത്തതിനാൽ ചെലാൻ അയക്കുന്ന ജോലി കെൽട്രോൺ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശ്യാം കാങ്കാലിൽ ചേരുന്നുണ്ട്. ശ്യാം, വിശദാംശങ്ങൾ. അതിര ഈ AI ക്യാമറയുടെ പ്രതിസന്ധി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതിന് പിന്നാലെയാണ് സർക്കാർ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ഈ AI ക്യാമറയുടെ മേൽനോട്ട ചുമതല കെൽട്രോണിനാണ്. കെൽട്രോണിന് ഈ ക്യാമറ സ്ഥാപിച്ച് 6 മാസം പിന്നിട്ടിട്ടും 1 രൂപ പോലും സർക്കാർ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ സാഹചര്യത്തിൽ കെൽട്രോൺ ഈ നിലവിലെ ജീവനക്കാരെ, അതായത് ഈ ചെല്ലാൻ അടിക്കുന്നതടക്കമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ജീവനക്കാരെ ജോലിയിൽ നിന്നും ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ദിവസേന 40,000 ചെല്ലാനുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ വെറും 14,000 നോട്ടീസുകൾ മാത്രമാണ് പ്രതിദിനം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കെൽട്രോൺ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന് ഭീമമായ ഒരു നഷ്ടം വരുത്തി വെക്കുമെന്നുള്ള കാര്യം വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും 9.3 കോടി രൂപ, അതായത് 6 മാസത്തെ കുടിശ്ശിക നൽകാനുള്ളതിൻ്റെ നേർപകുതി 3 മാസത്തെ കുടിശ്ശിക തുകയായ 9.3 കോടി രൂപയാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ കെൽട്രോണിന് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ AI ക്യാമറയുടെ മേൽനോട്ട ചുമതലയാണ് കെൽട്രോണിനുള്ളത്. ഈ പിരിച്ചെടുക്കുന്ന പൈസ അത് പിന്നീട് കെൽട്രോൺ സ്വീകരിച്ച ശേഷം സർക്കാരിലേക്ക് അടയ്ക്കുകയായിരുന്നു ആദ്യത്തെ സംവിധാനമെങ്കിൽ തിരിച്ച് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സർക്കാർ നേരിട്ട് പണം സ്വീകരിക്കുന്ന ഒരു നിലപാടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതായത് കെൽട്രോണിന് കുടിശ്ശിക തുക നൽകാനുള്ള സാഹചര്യത്തിലാണ് ജീവനക്കാരെ ഒഴിവാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കെൽട്രോൺ പോയത്. അങ്ങനെ ദിവസേന 40,000 ചെല്ലാനുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന സമയത്ത് പ്രതിദിനം ഈ 14,000 ചെല്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കെൽട്രോൺ മാറി. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് തന്നെ ഭീമമായ ഒരു തുക, കാരണം നിരവധി 1 ലക്ഷത്തിൽ മുകളിൽ സംസ്ഥാനത്തുടനീളമായി 1 ലക്ഷത്തിന് മുകളിൽ ദിവസേന ഇത്തരത്തിലുള്ള ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നുണ്ട് AI ക്യാമറ. ഈ സാഹചര്യത്തിൽ ദിവസേന 40,000 ചെല്ലാൻ അടിക്കുമ്പോൾ തന്നെ അത് സർക്കാരിന് നഷ്ടമായിരുന്നു. ആ സാഹചര്യത്തിൽ പോലും സർക്കാർ കെൽട്രോൺ നൽകാനുള്ള തുക കൃത്യമായി നൽകാതിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇപ്പോൾ കെൽട്രോൺ ആളുകളെ കുറയ്ക്കുന്ന, അതായത് ജീവനക്കാരെ കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് കെൽട്രോൺ പ്രതിദിനം അടിക്കുന്ന ചെല്ലാനുകൾ 14,000 കുറച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ കെൽട്രോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു നടപടി, അതായത് കെൽട്രോൺ പലതവണ ഈ പണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. അപ്പോഴൊന്നും സർക്കാർ അത് ഗൗനിച്ചിരുന്നില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 14,000 ചെല്ലാനുകളായി കുറയുന്ന സാഹചര്യത്തിൽ അത് മോട്ടോർ വാഹന വകുപ്പിന്റെ വരുമാനത്തിൽ വലിയ ഒരു ഇടിവുണ്ടാകുമെന്നൊരു കാഴ്ചപ്പാട് ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ 9.3 കോടി രൂപ, അതായത് 3 മാസത്തെ കുടിശ്ശിക തുക സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. മുൻപ് ഈ ട്രാഫിക് സിഗ്നലിങ്ങും ഒപ്പം തന്നെ അമിത വേഗതയിൽ ഓടുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായിട്ട് കെൽട്രോൺ തന്നെയായിരുന്നു ഒരു 7 വർഷം മുൻപ് ഇത്തരത്തിൽ നഗരത്തിൽ ക്യാമറ പദ്ധതികൾ, സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്പീഡോമീറ്റർ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത്. അതിൽ അമിത വേഗതയിൽ ഓടുന്ന വാഹനങ്ങൾ മാത്രമായിരുന്നു കണ്ടെത്തിയിരുന്നത്. ആ സാഹചര്യത്തിൽ പോലും ഈ ക്യാമറയുടെ തുടർ പ്രവർത്തനവും മറ്റും കെൽട്രോണിനായിരുന്നു അന്നും മേൽനോട്ട ചുമതല ഉണ്ടായിരുന്നത്. പക്ഷേ കെൽട്രോണിന്റെ കൃത്യമായ പണം നൽകാത്ത സാഹചര്യത്തിലാണ് ആ ക്യാമറകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ പ്രശ്നങ്ങൾ കണ്ടതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പ്രവർത്തനം നിർത്തിവെക്കുന്നതായി തരത്തിൽ വാർത്തകൾ വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത് വിവാദമായി തുടങ്ങുന്നു എന്ന് തോന്നിയപ്പോഴാണോ വീണ്ടും സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത്? അതിന് വിവാദമാകുന്നു എന്നുള്ളതിനുപരി സർക്കാരിന് ഇത് വലിയ രീതിയിലുള്ള നഷ്ടം, അതായത് സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോട്ടറിയും മോട്ടോർ വാഹന വകുപ്പും ഒപ്പം തന്നെ മദ്യവും. ഈ 3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്, അതായത് ദിവസേന 40,000 ചെല്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാകുന്നുണ്ട്. ഇത് 40,000 എന്നത് 60,000 ഉയർത്തണമെന്ന സർക്കാരിൻ്റെ നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് ഈ കുടിശ്ശിക തുക കെൽട്രോൺ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ കുടിശ്ശിക തുക നൽകാതെ വന്നതോടെ കെൽട്രോൺ ഈ മേൽനോട്ട ചുമതലയുള്ള കെൽട്രോൺ ജീവനക്കാരെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ദിവസേന ഈ പ്രിന്റ് ചെയ്യുന്ന ചെല്ലാനുകളുടെയും അയക്കുന്ന ചെല്ലാനുകളുടെയും എണ്ണം കുറയുന്നു.
അത്തരം സാഹചര്യത്തിലേക്ക് പോയൊരു പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇത് ഒരു ഭീമമായ നഷ്ടം, സർക്കാരിന് വരുമാനത്തിലുണ്ടാകുന്ന വലിയൊരു നഷ്ടമുണ്ടാകുമെന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശിക തുക അനുവദിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 9.3 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ബാക്കി തുക വരുന്ന 3 മാസത്തിനുള്ളിൽ തന്നെ കെൽട്രോണിന് കൈമാറുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിന് ശരി, ശ്യാമാണ് വിശദാംശങ്ങൾ നൽകിയത്.